ഇൻഡസ്ട്രി എക്സ്പേർട്ട് ഫാക്കൽറ്റീസും അല്ലെങ്കിൽ നോൺ ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയും തമ്മിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരിക്കും വരുന്നത്? ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓൺഷോർ എക്സ്പീരിയൻസ് ആണ് കൂടുതൽ. വേണു സാറിന് ഓഫ്ഷോർ എക്സ്പീരിയൻസ്. രണ്ടുപേരും രണ്ട് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ചീഫ് മെക്കാനിക് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ സാറിന് ഡ്രില്ലിംഗ് സൈഡിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കുക. അത് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഏജ് അതൊരു പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏജിൻ്റെ അത്രയും എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്. പക്ഷേങ്കിൽ സാറിനൊരു ഡൗട്ട് വരുമ്പോൾ സാർ എന്നോട് ചോദിക്കാറുണ്ട്. അതുപോലെ മെക്കാനിക്കൽ സൈഡിൽ എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സീനിയർ സ്റ്റാഫ് എന്നുള്ള രീതിയിലാണ് സാറിനൊക്കെ ഞാൻ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് വന്നു, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യും, സാറിനെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാർ ക്ലിയർ ചെയ്യും. ഇത് രണ്ടും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും റിഗിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ റിഗ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ റിഗ് ലൈഫ് എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റ് BOP എന്ന് പറയും. അത് നോർമലി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ബേസിക്കായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ BOP എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വേണമെങ്കിൽ നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു BOPയുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ആ BOP എങ്ങനെ ഫിക്സ് ചെയ്യുന്നു, എങ്ങനെ റിമൂവ് ചെയ്യുന്നു, അതിൻ്റെ സേഫ്റ്റിയുടെ സൈഡ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലോ ഔട്ട് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് പ്രഷർ പുറത്തേക്ക് വരുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള ടോക്സിക് ഗ്യാസുകൾ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നു. ആ സമയത്ത് അത് ഫ്ലെയിമബിൾ ആണ്. അത് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ സംഭവിക്കാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത ഒരാൾക്കാണെങ്കിൽ അവന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും.